നമ്മുടെ ലോകത്തെ ഒരേ ഒരു വെള്ളറട ചുവന്ന ഹൃദയം. വെള്ളറടയുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, സംസ്കാരം ഒക്കെ നമ്മൾ അറിയണം. സഹ്യൻ വിരിച്ചിട്ട പച്ചകങ്ങൾ നട്ടുനനയ്ക്കുന്ന നെയ്യാറിനു, സ്വച്ഛം ലസിച്ചിട്ടും ചിറ്റാറിനു മതേ തളിർക്കുന്നു വെള്ളറട. വെള്ളറട തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയോരത്തിലെ ഒരു ചെറിയ പട്ടണമാണ് വെള്ളറട. തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന കാളിമല, തെക്കൻ കുരിശുമല എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വെള്ളറടയുടെ അതിർത്തിയിലാണ്. താഴ്വരകളും പാടശേഖരങ്ങളും റബ്ബർ മരങ്ങളും പാറകൾ കൊണ്ട് ചുറ്റപ്പെട്ട കുന്നിൻ പ്രദേശങ്ങളും ഒട്ടനവധി നീരുറവകളും തോട്ടുകളും കൊണ്ടു സമൃദ്ധമായ ഈ നാടിനെ വെള്ളത്തിന്റെ ഉറവിടം എന്ന അർത്ഥത്തിലാകും വെള്ളറട എന്ന പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആക്രമണം ഭയന്ന് തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ വെള്ളറടയിലെ വരമ്പതിമലയിൽ ഒളിച്ചു താമസിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് ഇവിടുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. നെല്ല്, വാഴ, കപ്പ, ഇഞ്ചി എന്നിവയാണ് ഒരു കാലത്ത് ഇവിടുത്തുകാരുടെ പ്രധാന കൃഷികൾ. എന്നാൽ ഇന്ന് അത് 60% റബ്ബർ കൃഷിക്ക് വഴി മാറിക്കൊടുത്തു. വെള്ളറട പഴമയുടെ കാലത്തെ വെള്ളം ഉള്ള ഇടമായിരുന്നു. താഴംപൂവും സർപ്പക്കാവ ഉണ്ടായിരുന്ന ഇവിടം നല്ല കാർഷിക മേഖലയുമായിരുന്നു. കരിമ്പും തെങ്ങും തൂക്കണം കുരുവിക്കൂട്ടും വെള്ളറടയിൽ അടുത്ത കാലം വരെ വലിയ മാവിൻ കൂട്ടങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു 45 വർഷം മുന്നേ തുലാ മഴക്ക് മുന്നോടിയായി വീശി അടിച്ച കാറ്റിൽ ആയിരക്കണക്കിന് വാവലുകൾ മരിച്ചു വീണ ആഞ്ഞിലി മരങ്ങൾ വെള്ളറട ഉണ്ടായിരുന്നു. പരസ്പരം അറിയുന്ന മുത്തശ്ശിമാരും എല്ലാരെയും അറിയുന്ന യുവത്വവും വെള്ളറട ഉണ്ടായിരുന്നു. കാർഷിക പ്രമാണികൾ, രാഷ്ട്രീയ പോരാളികൾ, കലാ സാഹിത്യ സംഗീത പ്രതിഭകൾ ഒക്കെ വെള്ളറട വായിച്ചിരുന്നു. എലിസ ഡീഗരും കിളിയൂർ ചെല്ലൻ പണിക്കരും കെ വി സുശീലനും നടി കൃഷ്ണകുമാരിയും ശിവൻകോവിലിലെ ശിവരാത്രിയും വെള്ളറട എലായിലെ കൊയ്ത്തും ഭഗവതി ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളും ഒക്കെ വെള്ളറട കണ്ട നല്ല നാളുകൾ. ഇവിടെ എം.എസ്. വന്നു, പട്ടം താണുപിള്ള മുന്നേ വന്നു, കേരള കൗമുദി സുകുമാരനും ആർ ശങ്കരും വന്നു. വെള്ളറട ഗ്രാമത്തിന്റെ ആദ്യ പ്രസിഡന്റ് പിള്ള വീട്ടിൽ ശ്രീ എൻ ഈശ്വരപിള്ള ആയിരുന്നു. കുത്ത് പോലീസ് സ്റ്റേഷൻ, ആനപ്പാറ ആശുപത്രി, പനച്ചുമുട്ട ചന്ത സ്ഥാപിച്ച ഗ്രാമപിതാവ്. കുത്ത് കൃഷിക്ക് വേണ്ടി നിരവധി കുളങ്ങൾ ശ്രീ എൻ ഈശ്വരപിള്ളയുടെ 10 വർഷത്തെ കാലഘട്ടത്തിൽ ആയിരുന്നു. വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചത് അദ്ദേഹം ആയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വേലായുധ പണിക്കർ, കളിയൂർ സുകുമാരൻ നായർ, ആർ പരമേശ്വള്ള എന്നിവരാണ് വെള്ളറട പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റിയ ആളുകൾ. വെള്ളറടയിൽ അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ശ്രീ വേലായുധ പണിക്കരെ അനുസ്മരിക്കാതെ വെള്ളറടയുടെ ചരിത്രം പറഞ്ഞു പോകാൻ ആർക്കും കഴിയില്ല. തുടർന്ന് അപ്പിയാൻ നാടാരും കിളിയൂർ സുകുമാരൻ നായരും, യേശുദാസ്, സുഗന്ധി, ലിറ്റിൽ രാജു, ഒടുവിൽ രാജമോഹൻ വരെ. അമ്പൂരി അന്ന് നമ്മുടെ ഗ്രാമത്തിന്റെ ഭാഗമായിരുന്നു. കാർഷിക വിഭാഗങ്ങൾ നല്ല നിലയിൽ വളർന്ന വെള്ളറട അതു വിറ്റു നല്ല മീനും വാങ്ങി മിച്ചം പൈസ മടിയിലും ഒടുവിൽ സ്വന്തം കിടക്കയിൽ സൂക്ഷിച്ചും വച്ചു വിശ്രമിക്കുമ്പോഴും തന്റെ പാടത്തും വരമ്പിലെ ഒറ്റ മരത്തിലും ഇഴഞ്ഞു കയറുന്ന കർഷക തൊഴിലാളിയെ സ്വന്തം മക്കളെ പോലെ കരുതി കൂട്ടിയ നന്മ നിറഞ്ഞ കാരണവന്മാരും മുത്തശ്ശിമാരും ഒരുപാട് ഉണ്ടായിരുന്ന മൺപ്രദേശമാണ് വെള്ളറട. പണ്ട് വെള്ളറട മാരകമായ മലമ്പനിയുടെ നാട് ആയിരുന്നു. ഒരുപാട് പച്ച മനുഷ്യർ, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു എങ്കിലും വിറച്ചു മരിച്ച ആ അസുഖത്തിന്റെ പേര് നാട്ടുകാർ തുള്ളൽ പനി എന്നു വിളിച്ചു. കൊയ്ന വെള്ളം ആയിരുന്നു ഔഷധം. അതു വിതരണം ചെയ്യാൻ വേണ്ടി അപ്പിയാൻ നാടാർ നൽകിയ മണ്ണിലാണ് ഇന്നത്തെ വെള്ളറട സർക്കാർ ആശുപത്രി നിലകൊള്ളുന്നത്. സകല ജാതി മത ജന്തുക്കളും സന്തോഷം ജീവിച്ച ഒരു ജലാശയത്തിന്റെ ചുറ്റുവട്ടം ആയിരുന്നു വെള്ളറട. മൃഗങ്ങളും മനുഷ്യരും പിന്നീട് പിണങ്ങി ഒടുവിൽ മൃഗങ്ങൾ കാട് കയറി, മനുഷ്യർ കൃഷി കൊണ്ടു സന്തോഷം കൊണ്ടു. രാജവീതികളും അമ്പലവും പള്ളിയും ഒക്കെ വെള്ളറടയുടെ സംസ്കാരത്തിന്റെ നല്ല അടിത്തറകളാണ്. രാഷ്ട്രീയം, മതം, ജാതി ഒക്കെ ഇവിടെ പരസ്പര ശത്രുത ഇല്ലാതെ വളർന്നു. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ വെള്ളറട അഭിവൃദ്ധി നേടി. വലിയ പ്രകൃതി ദുരന്തം ഒന്നും വെള്ളറടയെ പ്രണയിച്ചിട്ടില്ല. കല, സാഹിത്യം, സംസ്കാരം ഒക്കെ വെള്ളറടക്കും സ്വന്തം. 3 ഹൃദയമുള്ള ചിരിക്കുന്ന മുഖം, അമൂല്യമായ ആയുർവേദ, കാർഷിക, വന വിഭവങ്ങൾ വെള്ളറടക്കു സ്വന്തം. തല ഉയർത്തി നിൽക്കുന്ന സഹ്യസാനുക്കളും കാലഭേദം അനുസരിച്ചുള്ള നല്ല കാലാവസ്ഥയും വെള്ളറടയുടെ സ്വന്തം അഭിമാനം. ശ്രീ പത്മനാഭ തിയേറ്റർ, സിനിമ കൊട്ടക അന്നൊക്കെ സിനിമയുടെ ശ്രീകോവിൽ ആയിരുന്നു. രാജേന്ദ്ര ഹൈസ്കൂൾ, പിന്നെ പോലീസ്, ആരോഗ്യം, വൈദ്യുതി, ജലവിതരണം, ഒടുവിൽ ഫോൺ പോലും വെള്ളറട. നല്ല പഠിപ്പും ജോലിയും. എന്തിനു സുന്ദരിമാർ പോലും മറ്റു നാട്ടിലെ സുന്ദരന്മാർ ആകർഷിച്ചു. ഇവിടെ ജീവിക്കാനായി എന്നത് ജന്മപുണ്യവും. ഞാൻ ഒരു വെള്ളറടകാരൻ എന്നു 1000 വട്ടം പറയുവാനും അഭിമാനം എനിക്ക്.